മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് ആദ്യഘട്ടമായി 750 കോടി രൂപ വകയിരുത്തി. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. പുനരധിവാസത്തിന് കേന്ദ്ര ബജറ്റിൽ സഹായം അനുവദിച്ചിട്ടില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ബജറ്റിന്റെ വിശകലനങ്ങളിലേക്ക് പോവുകയാണ്. അതിഥികളിലേക്ക് പോകാം. ആദ്യം വി കെ പ്രശാന്ത് MLA ചേരുകയാണ്. ശ്രീ വി കെ പ്രശാന്ത്, ജനപ്രിയ ബജറ്റ് അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ അധിക വിഭവ സമാഹരണം, അതാണ് ഏറ്റവും വലിയ വിമർശനമായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു കൊള്ളയായി മാറുകയാണ് എന്ന് പറയുന്നു. ഭൂനികുതിയിലെ വർധന. അല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ ക്രിയാത്മകമായിട്ടാണ് അവതരിപ്പിച്ചത്. നമുക്ക് യാതൊരുവിധ ധനാഗമ മാർഗങ്ങളും ഇല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അധിക വിഭവ സമാഹരണം എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സർക്കാർ പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തണം, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇന്ന് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതൊരു വലിയ ബാധ്യത ഉണ്ടാക്കുന്ന സമീപനമല്ല എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, തനത് വരുമാനവും തനത് നികുതിയേതര വരുമാനവും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് നിലനിൽക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളുടെയും സഹായം കിട്ടിയില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിന് നമ്മളെല്ലാവരും സഹായം പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ട് സമാശ്വസിപ്പിച്ച് പോയ സ്ഥിതിയാണ്. പക്ഷേ ബഡ്ജറ്റ് വന്നപ്പോൾ ഒരു നയ പൈസയുടെ സഹായം വരെ നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് നമ്മൾ കാണുകയുണ്ടായി. എല്ലാം കേരളം തനിയെ കണ്ടെത്തണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ തനിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും, നമ്മുടെ ടാക്സുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള നികുതി മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വളരെ കേരളത്തോടുള്ള ദ്രോഹ സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ധനാഗമ മാർഗങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ട് വരും. നികുതി കുറേ ജനങ്ങളെ ബാധിക്കാത്ത നിലയിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരമൊരു ശ്രമം മാത്രമാണ് ഇന്നത്തെ കേരള ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ സർവ്വതല സ്പർശിയായി വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സംസ്ഥാനം കരകയറുകയാണ്, നമ്മളൊരു ടേക്ക് ഓഫിന് തയ്യാറാവുകയാണ് എന്ന് വളരെ പോസിറ്റീവായി പറഞ്ഞുകൊണ്ടാണ് ബജറ്റ് തുടങ്ങിയത്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വർധന കണ്ടില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും കരകയറാനുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ ആൾക്കാർക്കല്ല കൊടുക്കുന്നത്. ഏതാണ്ട് 64 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് നൽകുകയാണ്. ആ പെൻഷൻ കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിച്ചു. അതുതന്നെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. LDFിൻ്റെ പ്രഖ്യാപിത നയം 2500 ആക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് അതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്കാണ് 1600 നിന്നും 1600 നമ്മൾ മാറ്റിയത്. അത് തന്നെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്നുള്ള ഗവൺമെൻറ് നയം ഇന്ന് ബഡ്ജറ്റിലൂടെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചു, കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചു. വികസന പ്രക്രിയയിൽ യാതൊരുവിധ കോട്ടവും വരില്ല എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. നമുക്കറിയാം, കേന്ദ്ര സഹായം ഇല്ലാതെ ഈ ഗവൺമെൻറ് വികസന പരിപാടികളിൽ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് വന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ ഏത് പ്രദേശത്ത് നോക്കിയാലും വികസനത്തിൻ്റെ നേർചിത്രങ്ങൾ കാണാൻ കഴിയാവുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ആക്കം കൂട്ടുന്ന നിലയിലുള്ള ബഡ്ജറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് പ്രതിപക്ഷം എല്ലായ്പ്പോഴും പറയും നമുക്ക് അധിക വരുമാനം എവിടെ നിന്ന്. അപ്പോൾ അധിക വരുമാനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ജനദ്രോഹമാണ് എന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുക? കേന്ദ്ര സഹായം വാങ്ങുന്നതിൽ കോൺഗ്രസിൻ്റെ പങ്കെന്താണ്? പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ MP മാരുടെ നിലപാടെന്താണ്?
അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കാൻ അവർ സഹായിക്കുന്നുമില്ല. നികുതി മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് പൊതുവിൽ പ്രതിപക്ഷം എടുക്കുന്നത്. അത് കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ വന്നിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കും ഏതാണ്ട് 5 കോടി രൂപ വരെ ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു പ്രഖ്യാപനം അത് നടത്തുകയുണ്ടായി. ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ 7 കോടി രൂപയുടെ ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തദ്ദേശ റോഡുകൾ നന്നാക്കാനുള്ള ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നടത്തുകയുണ്ടായി. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 21 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉറപ്പാക്കുന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. അതോടൊപ്പം ശ്രീ വി കെ പ്രശാന്ത്, ഒരു കാര്യം കൂടി, അതായത് വി ഡി സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉയർത്തിയ ഒരു വിമർശനം, ഈ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനങ്ങളിലൊന്ന് 1 വർഷം കൊണ്ട് 1 ലക്ഷം വീടുകൾ കൂടി ലൈഫ് പദ്ധതിയിലൂടെ നടപ്പാക്കും, അതിനുവേണ്ടി തുക വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ അത് തന്നെ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. കഴിഞ്ഞ തവണ വകയിരുത്തിയ തുകയിൽ എത്ര ശതമാനം ചെലവഴിച്ചു എന്ന കാര്യം കൂടി ധനമന്ത്രി പറയണമെന്ന്, അത് പൂർണ്ണമായും ചെലവഴിച്ചിട്ടില്ല എന്ന് കൂടി പ്രതിപക്ഷം വിമർശിക്കുകയാണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ തന്നെ നിലവിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം വീടുകൾ നമ്മൾ അനുവാദം കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 3 ലക്ഷത്തിന് അപ്പുറത്തേക്കുള്ള വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ട് രേഖകൾ പരിശോധിച്ച് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ അനുബന്ധ ഡോക്യുമെൻറ്റുകൾ ഇപ്പോൾ നിയമസഭാ സാമാജികർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണക്കിലേക്ക് വരാൻ വേണ്ടി കഴിയും. നമ്മുടെ അതിശയോക്തിയല്ലല്ലോ പറയുന്നത്. കേരളം 2025 പൂർത്തിയാകുമ്പോഴേക്കും ഏതാണ്ട് 5 ലക്ഷം ആളുകൾക്ക്, ഭൂമിയുള്ള ആളുകൾക്ക് വീട് കിട്ടുന്ന സംസ്ഥാനമായി മാറാൻ വേണ്ടി പോവുകയാണ്. 2025 നവംബറിൽ നമ്മൾ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ അതിശയോക്തിയാണോ? അപ്പോൾ വീടിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ അർബൻ മേഖലയിൽ കേവലം 1.5 ലക്ഷം രൂപയും നഗരമേഖലകളിൽ കേവലം 72,000 രൂപയും മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്. ഈ തുച്ഛമായ തുക നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടെന്താ? എല്ലാ വീടുകളും ബ്രാൻഡ് ചെയ്യണം. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതിയാണ്, പ്രധാനമന്ത്രിയുടെ സ്കീമാണ് എന്ന് വീടിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. അപ്പം നമ്മൾ മലയാളികളുടെ മുഴുവൻ ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന നിലയിൽ വീട് ലഭിക്കുന്ന ആളിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഈ നിലയിൽ ബ്രാൻഡിങ് നടത്തണം എന്നുള്ള കർശന നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വരികയാണ്. ഇത് പ്രതിപക്ഷം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന മുഴുവൻ മാനദണ്ഡങ്ങളും നിങ്ങൾ നടപ്പാക്കിയാൽ മാത്രമേ വീട് അനുവദിക്കൂ എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തുച്ഛമായ തുക മാത്രമാണ് നൽകുന്നത്. നേരത്തെ UPA ഗവൺമെൻറ് അടക്കമുണ്ടായിരുന്ന സമയത്ത് 50-50 അനുപാതത്തിൽ പണം തരുമായിരുന്നു. ഇപ്പോൾ ആ തുക ഏതാണ്ട് 30-40% വെട്ടിക്കുറയ്ക്കുകയാണ്. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് 1 ലക്ഷം വീടുകൾ അനുവദിക്കുമെന്നുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തെ ചില നേതാക്കൾ ഈ ബജറ്റിനെ വിമർശിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, 2 ജില്ലകളെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നാണ്. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ജില്ലകളെ കൂടുതൽ പരിഗണിച്ചു എന്നാണ്. അല്ല, എല്ലായിടത്തും പരിഗണന കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കി അറിയാമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടിന് മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രത്യേക പരിഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം മുതൽ കൊല്ലം വരെയുള്ള, പുനലൂർ വരെയുള്ള പ്രത്യേക കോറിഡോർ പ്രഖ്യാപിച്ചു. തീരദേശ പാതയുടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. നിരവധിയായിട്ടുള്ള മറ്റ് വികസന പരിപാടികൾ പ്രഖ്യാപിച്ചു. ഇതൊന്നും അവരാരും കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ധനകാര്യമന്ത്രിയുടെ നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് കൊല്ലത്ത് പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ കൊല്ലത്തും വികസനം വരേണ്ടതായിട്ടുണ്ട്, കാസർഗോഡും വികസനം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തുല്യ പരിഗണന എല്ലാ പ്രദേശങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 140 MLA-മാരുടെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഏതാണ്ട് 20 കോടിക്ക് മുകളിൽ തുകയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കാൻ കഴിയുന്ന പ്രഖ്യാപനം ഇതിനകത്തുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അപ്പോൾ കൊല്ലത്തോ കൊട്ടാരക്കരയിലോ അല്പം കൂടുതൽ ലഭിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വികസനം വരണ്ടേ? അപ്പോൾ മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കുറച്ച് പ്രാധാന്യം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമല്ലേ? തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ വി കെ പ്രശാന്ത് ഈ നിമിഷം പ്രതികരിച്ചത്. എന്തായാലും വളരെ മികച്ച നിലയിൽ തന്നെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ബജറ്റ് എന്ന് തന്നെയാണ്
ഇടത് നേതാക്കളും ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും